റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഇതര സമുദായത്തിന്റെ ഇടയിൽ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിമുകൾ എന്നാൽ അവർ ടെററിസ്റ്റുകളാണ്, ഭീകരവാദികളാണെന്നൊരു കൂട്ടര്, മുഹമ്മദ് നബി എന്നത് വാളുകൊണ്ട് ഇസ്ലാം പടർത്തിയ ആളാണെന്ന് വേറൊരു കൂട്ടര്, ഇസ്ലാം എന്നാൽ അബദ്ധമാണ്, അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലത്ത് ഈ നേതാവിനെ കുറിച്ച് പറയൽ നമ്മുടെ ബാധ്യതയാണെന്ന് ഓർക്കണം. അതിനുവേണ്ടി സദസ്സുകൾ വിജയിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പ്രവാചകൻ ഒരേ സമയത്ത് മനുഷ്യ സ്നേഹിയാണ്, എന്നാൽ അതേ സമയത്ത് പ്രകൃതിയെ സ്നേഹിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്ത് മരങ്ങൾ നടുന്നതിന്, മരങ്ങൾ പരിപാലിപ്പിക്കപ്പെടുന്നതിന്, ഈ ഭൂമിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ ഒന്ന് നോക്കുക നിങ്ങൾ. ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വലിൽ നമ്മുടെ മദ്രസക്ക് വേണമെങ്കിൽ ഒരു തീരുമാനമെടുക്കാം. നബിദിനം പ്രമാണിച്ച് നമ്മൾ 4 വൃക്ഷത്തൈകൾ സ്ഥാപിക്കുന്നു, കുഴിച്ചിടുന്നു, തുടക്കം കുറിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. കാരണം പ്രവാചകൻ കേവലം നിസ്കാരം നോമ്പും മാത്രം പറഞ്ഞ ആളല്ല. ഈ ലോകത്ത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സമീപനങ്ങളുള്ള ആളാണ്. ഞാൻ ചില ഉദാഹരണങ്ങളിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇമാമിയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒന്ന്, പരിശുദ്ധമായ ഈ ഭൂമിയുടെ പ്രകൃതിയെ ഒരിക്കലും ചൂഷണം ചെയ്യരുതെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. സൂറത്തുൽ അഅറാഫിന്റെ 56 പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ വചനങ്ങൾ വെച്ച് നമ്മോട് പറഞ്ഞു, ഭൂമിയെ നിങ്ങൾ ഫിത്നയാക്കരുത്, ഫസാദാക്കരുത്. നിങ്ങൾ കഴിഞ്ഞാൽ ഇനി ഒരു കൂട്ടർ ഇവിടെ ജീവിക്കണം, അതിന് പര്യാപ്തമായ രീതിയിലാകണം ഭൂമിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നബിതങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം നോക്ക് നിങ്ങൾ, ഒരു കാരണവുമില്ലാതെ ഫലവൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ലാ തഖ്തഉ നഖ്ലൻ വലാ ശജറാ. വൃക്ഷങ്ങളെ, ഫലവൃക്ഷങ്ങളെ നിങ്ങൾ വെട്ടിമുറിക്കരുത്. നല്ല പഴം തരുന്ന കായ്കനികളുള്ള മരമാണ്, അത് വെട്ടാൻ പാടില്ലെന്ന് പറഞ്ഞ് പ്രകൃതിയെ സ്നേഹിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. വെട്ടാൻ സുഖമാണ്, ഒരു മരം അതുപോലെ വളർന്നു വരാനാണ് പണി. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാതെ ഫലവൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർക്ക് കണിശമായ ശിക്ഷ അല്ലാഹു നൽകുമെന്ന് പ്രവാചകൻ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു. മൻ ഖതഅ സിദ്റതൻ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ. ആരെങ്കിലും മരം അകാരണമായി മുറിച്ചാൽ അയാളുടെ തല അല്ലാഹു തആല നരകത്തിലിടുക തന്നെ ചെയ്യും എന്ന് പഠിപ്പിച്ചുകൊണ്ട് നബിതങ്ങൾ മരം മുറിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചതിന്റെ ശിക്ഷ വിവരിക്കുകയാണ്. ഈ മറ്റൊരു ഹദീസ് കാണാം, ലോകം മുഴുവനായിട്ടും നശിക്കാൻ പോവുകയാണെങ്കിലും നിങ്ങൾ ആ സമയത്തെങ്കിലും ഒരു വൃക്ഷം നടാൻ പറ്റുമെങ്കിൽ നടണമെന്ന് ഖാല റസൂലുള്ളാഹി. ലോകം മുഴുവൻ നശിക്കാൻ പോവാണ്, ഖിയാമത്ത് നാളിന്റെ മുഖത്താണ്, അപ്പോഴാണെങ്കിലും പറ്റുമെങ്കിൽ ഒരു ചെടി കുഴിച്ചിടണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ലോകത്ത് പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു.